വേനൽക്കാലമായാൽ പൊടി തിന്നണം, മഴ തുടങ്ങിയാൽ ചെളിയിൽ നീന്താം. ഇതാണ് 3 വർഷമായി പുളിഞ്ഞാലുകാരുടെ അവസ്ഥ. നിലവിലുള്ള റോഡ് പൊളിച്ചതിന് ശേഷം ബസ് സർവീസ് അടക്കം നിലച്ചു. ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്ന് ഒരു കച്ചവടം തുടങ്ങിയതാണ്. ഇപ്പോൾ ആ കച്ചവടം പൂട്ടൻ്റെ ഗതികയിലേക്കാണ് വന്നത്. മുഴുവൻ സാധനവും പൊടി പിടിച്ച ആളുകൾ സാധനം വാങ്ങാത്ത ഒരു രീതിയിലേക്ക് ഇവിടുത്തെ കച്ചവടക്കാർ മാറിയിരിക്കുകയാണ്. പൊടി കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. എന്താ പറഞ്ഞാൽ കച്ചവടക്കാർ ഓരോ പീടിയാൻ്റെ ഉള്ളിൽ അളമാറയെല്ലാം ഫുൾ പൊടി, ഒരു സാധനം വിൽക്കാനാകുന്നില്ല, കൂടുതലും കാണുന്നില്ല. ഇതെല്ലാം പോയതാ, എത്ര പൈസ പോയെന്ന് പറയാം. കിഡ്നി പേഷ്യൻറ്റുകൾ, ലിവർ പേഷ്യൻ്റ്, സാധാരണ കുട്ടികൾ വളരെ പ്രയാസത്തിലാണ്. ഇതിന് ഒരു പരിഹാരം ഉത്തരവാദപ്പെട്ട ആളുകൾ നമുക്ക് ഉണ്ടാക്കിത്തരണമെന്നാണ് നമ്മൾ പറയുന്നത്. ആദ്യം ബസ്സൊക്കെ ഓടിക്കൊണ്ടിരുന്ന സ്ഥലമാണ്, പക്ഷേ ഒരു വികസനം ഇപ്പോൾ ഇല്ലാതെ എല്ലാം മുട്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാം അസ്തമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കാരണം പുളിഞ്ഞാൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജനയിൽ ഉൾപ്പെടുത്തി വെള്ളമുണ്ട തോട്ടോളിപ്പടി റോഡിന്റെ നവീകരണം തുടങ്ങിയിട്ട് 3.5 വർഷമായി. കരാറുകാരന്റെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ മൂലം പണി എങ്ങും എത്തിയില്ല. അതിനിടെ ജൽജീവൻ മിഷന്റെ പൈപ്പിടൽ കൂടിയായതോടെ ദുരിതം ഇരട്ടിയായി. PMGSYയുടെ ഒരു റോഡ് പദ്ധതി വരുന്നു എന്നുള്ളത് ആ അർത്ഥത്തിൽ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സ്ഥലവും ആവശ്യമായ സൗകര്യങ്ങളൊക്കെ വിട്ടുകൊടുത്തു. പഞ്ചായത്ത് അധികാരികളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങളതിന് ഉത്തരവാദികളല്ല, ഞങ്ങൾക്കത് അറിയില്ല എന്ന രീതിയിൽ കൈമലർത്തുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. വെയിൽ കാലത്ത് മണ്ണ് ശ്വസിക്കുകയും മണ്ണ് ഭക്ഷിക്കുകയും ചെയ്തു. മഴക്കാലമായി കഴിഞ്ഞാൽ മണ്ണ് ഈ ചെളിയിലൂടെ ഇങ്ങനെ നീന്തി അപ്പുറം കിടക്കേണ്ട വല്ലാത്തൊരു ദുസ്ഥിതിയാണുള്ളത്. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് ടാറിംഗ് നടന്നില്ലെങ്കിൽ ഒരു നാടാകെ പ്രക്ഷോഭത്തിനിറങ്ങാൻ ഒരുങ്ങുകയാണ്. മാതൃഭൂമി ന്യൂസ്, വയനാട്.